ഹലോ എവ്രിബാഡി. അപ്പം ഇന്നൊരു യാത്ര പോയാലോ? വലിയ യാത്രയൊന്നുമല്ല കേട്ടോ, കുറച്ച് ദിവസമായിട്ട് സുഖമില്ലാതെ വീട്ടിലിരിക്കുമായിരുന്നല്ലോ. അപ്പം ഞാനും വിഷ്ണുവും കൂടെ ഒരു റൈഡ് പോകാമെന്ന് ഓർത്തു. ഇനി നമുക്ക് എൻ്റെ കുറച്ച് ചീപ്പ് ഷോസ് കണ്ടാലോ? എനിക്ക് എപ്പോഴും ഇങ്ങനെയാണ്, ട്രിപ്പിൻ്റെ സ്റ്റാർട്ടിങ് ഭയങ്കര വൈബായിരിക്കും കേട്ടോ. ആൻഡ് ട്രിപ്പ് ഒരു എൻഡ് ചെയ്യാറൊക്കെ ആകുമ്പോഴത്തേനും ആ വൈബൊക്കെ കുറഞ്ഞ് വന്ന് ഒട്ടും എനർജി ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു സ്വഭാവമാണ് എൻ്റെ. നിങ്ങൾ കുറേ പേരൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാകും. അങ്ങനെ എൻ്റെ ശല്യം സഹിക്കാൻ പറ്റാതെ എൻ്റെ കെട്ടിയവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി നീ കുറച്ച് നേരം വണ്ടി ഓടിക്കുക. അപ്പോൾ പുള്ളിക്കൊരു സമാധാനമാവുമല്ലോ. അങ്ങനെ ഞാൻ ഡ്രൈവർ പണി ഏറ്റെടുത്തു ഗൈസ്. എനിക്ക് ആക്ച്വലി വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. നമ്മൾ രണ്ടുപേരും ഡ്രൈവിംഗ് ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആളാണ്. നമ്മൾ ലോങ് ട്രിപ്സൊക്കെ പോകുമ്പോഴും മാറി വണ്ടി ഓടിക്കുക. ആൻഡ് വാഗമണിലെ ഇപ്പോഴത്തെ ക്ലൈമറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു ക്ലൈമറ്റാണ്. വലിയ തണുപ്പൊന്നുമില്ല, പക്ഷെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റാണ് കേട്ടോ. അങ്ങനെ സമയം ഒരു 3:34 ഒക്കെ ആയി. നമ്മൾ വീണ്ടും യാത്ര. ചുമ്മാ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് നന്നായി വിശന്നു. നമ്മൾ ആദ്യം പോയത് കുട്ടിക്കാനത്തുള്ള തേയില എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ക്ലോസ്ഡ് ആയിരുന്നു. സോ നമ്മൾ തേയിലയുടെ തന്നെ നേരെ ഓപ്പോസിറ്റുള്ള ഓപ്പൺ കിച്ചൺ റെസ്റ്റോറൻറ്റിലാണ് പോയത്. അടിപൊളി ആംബിയൻസ് ഒക്കെ ഉള്ളൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. നമ്മൾ ഔട്ട്ഡോർ ഡൈനിങ് ആണ് ചൂസ് ചെയ്തത്. സോ ഒത്തിരി നല്ല വീഡിയോസും ഫോട്ടോസും ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമൊക്കെയാണത്. നമുക്ക് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ ആക്ച്വലി ഒരു ഫ്രഞ്ച് ഫ്രൈസും ഒരു പൈനാപ്പിൾ ജ്യൂസും ആണ് ആദ്യം പറഞ്ഞത്. പൈനാപ്പിൾ ജ്യൂസ് ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു. ആൻഡ് നമ്മളൊരു ചിക്കൻ സ്റ്റേക്കാണ് പറഞ്ഞത്. ചിക്കൻ സ്റ്റേക്ക് വാസ് ഓക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ആംബിയൻസ് ഒക്കെ ആയതുകൊണ്ട് കുറച്ച് നല്ല വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു.